പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, തിരുപ്പിറവിയുടെ തൊട്ടടുത്ത് നാം എത്തി നിൽക്കുന്നു. നമ്മുടെ മനസ്സിൽ ഓണകാട്ടി കാലം കയറ്റടിച്ച് തട്ടിക്കളിക്കുന്ന ഉണ്ണി മിശിഹ നമ്മുടെ ഹൃദയത്തിന് ആനന്ദവും സന്തോഷവും പ്രകാശവും പരത്തിക്കൊണ്ട് വ്യാപരിക്കുമ്പോൾ സമീപത്ത് നിൽക്കുന്ന രണ്ടുപേര്, നീതിമാനായ യൂസേപ്പ്, ഒപ്പം തന്നെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ കന്യക. പലപ്പോഴും ഈ കന്യകയെക്കുറിച്ച് പറയുമ്പോൾ വ്യത്യസ്തങ്ങളായ ധാരണകളും കത്തോലിക്കാ സഭയ്ക്ക് പുറത്തുള്ള ചില സമൂഹങ്ങൾ എടുത്ത് പറയും. കത്തോലിക്കാ സഭയെ തന്നെ എങ്ങനെയെങ്കിലും താഴ്ത്തിക്കെട്ടി എങ്ങനെയെങ്കിലും അതിനെ വികൃതമാക്കി കാണിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം പണ്ടുണ്ടായിരുന്നു. ഇപ്പം അത്രയുമില്ല. എങ്കിലും ഇന്നും അക്കൂട്ടത്തിൽ ചില പാസ്റ്റർമാരെ സഭയെ ഏതെങ്കിലും തരത്തിൽ താറടിച്ചാലേ അവർക്ക് 10 ആളെ കിട്ടുകയുള്ളൂ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അത് ഈ ഇടയിൽ ഒരു ഉദാഹരണം കണ്ടില്ലേ? എന്താ, മാർപ്പാപ്പ സ്വവർഗ അനുരാഗിയുടെ കല്യാണം ആശീർവദിക്കാൻ അനുവദിച്ചു എന്നുള്ള ഭയങ്കര പ്രചരണമാണ്. സത്യത്തിൽ എന്താ, മാരേജിൻ്റെ സാക്രമെന്റോ ആരാധനക്രമോ ബന്ധപ്പെടുത്താതെ കർത്താവിൻ്റെ കരുണ പ്രകടിപ്പിക്കണം, പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞ് കർത്താവിൻ്റെ പ്രബോധനമാണ് മാർപ്പാപ്പ എടുത്തു പറഞ്ഞത്. സ്വവർഗ അനുരാഗികൾ എന്ന് പറയുന്ന മനുഷ്യർ. അതുകൊണ്ട് ഇവർ അത്ര വളരെ ദീർഘമായ ഒരു ഡോക്യുമെൻ്റാണതേ. അതായത് മാർപ്പാപ്പ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ പെട്ടെന്ന് പൊടുന്നനെ ഒരു അഭിപ്രായം പറയല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിന് പഠനത്തിന് ഒന്നാന്തര ആധികാരിക പ്രബോധക സമിതിയുള്ള സമൂഹം കത്തോലിക്കാ സഭ എന്ന് പറയും. ഇവിടെ ചില വാർഷന്മാർ ചിലപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ കാണാൻ സാധിക്കും, എത്ര പുച്ഛത്തോടെ പാപ്പായൊക്കെ കാണും. കത്തോലിക്ക സഭയും കാണുന്നു. അയാൾ എന്നൊക്കെയാ പറയും. ആ ഞെളിഞ്ഞിപ്പോൾ കണ്ടാലും തോന്നുന്നു ഇയാൾ എന്തൊരു സങ്കടമേ തോന്നുള്ളൂ. ഇയാൾക്കുള്ള അജ്ഞതയൊന്നുമില്ല, അഹങ്കാരമാണ്. ഇതേക്കുറിച്ച് പറഞ്ഞതിപ്പോൾ ഒരുപക്ഷെ ഈ യൂട്യൂബിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്നിട്ട് മാർപ്പാപ്പ ഇങ്ങനെ സ്വവർഗ അനുരാഗിയുടെ കല്യാണം ആശീർവദിക്കാൻ വൈദികരെ അനുവദിച്ചിരിക്കുന്നു എന്നാണ് പ്രസ്താവന. കല്യാണം എന്നുള്ള പദം പോലും ഉപയോഗിച്ചിട്ടില്ല. വിവാഹം എന്ന പദം ഉപയോഗിച്ച് നിങ്ങൾക്കത് കിട്ടും. ടെക്സ്റ്റ് വേണമെങ്കിൽ യൂട്യൂബിൽ കിട്ടുന്ന ആ ടെക്സ്റ്റ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വരുമ്പോൾ വളരെയധികം ദീർഘമായ ആഴ്മേറിയ പഠനം നിർവഹിച്ചതിന് ശേഷമാണ് അതേക്കുറിച്ചൊരു തീരുമാനം പറയുക. വിശ്വാസ തിരുസംഘം എന്നൊന്നുണ്ട് കത്തോലിക്കാ സഭയിൽ. അതിനുള്ള ഒന്നാമത്തെ പ്രീഫെക്റ്റ് ഉണ്ട്. പണ്ട് കാർഡിനൽ റാറ്റ്സിംഗർ അതിൻ്റെ പ്രീഫെക്റ്റായിരുന്നു. അതിൻ്റെ കീഴിൽ നല്ല ഒന്നാന്തരം പണ്ഡിതന്മാരായ 10,000 ഒന്നും രണ്ടൊന്നുമല്ല. ഇവിടെ വേദപുസ്തകം കൈപ്പിടിച്ചുകൊണ്ട് അക്ഷരാർത്ഥത വ്യാഖ്യാനിക്കുന്ന പാസ്റ്റർമാരെ പോലെ അല്ലത്. കത്തോലിക്കാ സഭയ്ക്ക് വചനത്തോട് പ്രാധാന്യം എന്നൊക്കെ ചുമ്മാ അങ്ങ് പറഞ്ഞേക്കുക. വാസ്തവത്തിൽ ഞങ്ങളൊക്കെ ഈ പഠനത്തിൽ എന്താ സംഭവിച്ചത്, ഒരു 7 വർഷമെങ്കിലും മിനിമം ഇത് എഴുതിയ ഭാഷയിൽ കൈപ്പിടിച്ചുകൊണ്ട് നടന്നവരാണ് ഞങ്ങൾ. എഴുതിയ ഭാഷയിൽ ഹീബ്രുവിലും ഗ്രീക്കിലും എഴുതിയ സ്ഥലത്ത് പോയി താമസിച്ച് പഠിച്ചവരാ. ഇസ്രായേലിൽ തന്നെ ആർക്കിയോളജിയും ജോഗ്രഫിയൊക്കെ അത് പഠിക്കാൻ വേണ്ടി എത്രയോ ഭാഷകൾ പഠിക്കേണ്ടതായിട്ട് വന്നു. അതിനകത്തൊരു ബിരുദം സമ്പാദിക്കാൻ, ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടി കണ്ടീഷനായിട്ട് 10 ഭാഷയെങ്കിലും പഠിച്ചിരിക്കണം. അതുപോലെ 1000 പണ്ഡിതന്മാർ കത്തോലിക്കാ സഭയിലുണ്ട്. അന്നേരമാണ് ഇവിടെ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുക വചനം. എന്നിട്ട് ചിലപ്പം നാമധേയ ക്രിസ്ത്യാനികൾ എന്നൊക്കെ പറയണം. നാണമില്ലാത്ത മനുഷ്യർ, നാമധേയ ക്രിസ്ത്യാനികൾ എന്നൊക്കെ അങ്ങ് പറഞ്ഞേക്ക്. അതുകൊണ്ട് കത്തോലിക്കാ സഭ ആരും പിന്നോട്ട് മാറ്റി നിർത്തത്തില്ല. ദൈവവചനം പഠിക്കുന്നില്ലെന്നോ ജനത്തിന് ബോധ്യമുണ്ടോ എന്ന് സംബന്ധിച്ച് വേറൊരു കാര്യം. അത് ഒരുപാട് മാറ്റങ്ങൾ കരിസ്മാറ്റിക് മൂവ്മെന്റ് വന്നതിന് ശേഷം ഉണ്ടായിട്ടില്ലേ? വചനോപാസന ഒരുപാട് വർദ്ധമാനമായിട്ടില്ലേ? ഏത് വീട്ടിലാണ് ദൈവവചനത്തിൻ്റെ ഗ്രന്ഥമില്ലാത്ത? അപ്പോൾ അതുകൊണ്ട് അക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ സഭയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആധികാരികമായി ദൈവവചന ആരംഭം തൊട്ട് പ്രഘോഷിച്ചുകൊണ്ട് കത്തോലിക്കാ സഭയാണ്. കാരണം എന്നാൽ ആ സഭയുടെ ഏറ്റവും മൗലികമായ പ്രവൃത്തി പരിശുദ്ധ കുർബാനയാണ്. ആ കുർബാനയുടെ ഘടനയിൽ ഏറ്റവും ആദ്യത്തെ ഭാഗം വചന ശുശ്രൂഷയാണ്. അത് എല്ലാ കാലങ്ങളിലും നടന്നിരുന്നു. ആഘോഷമായി വിശുദ്ധ ഗ്രന്ഥം പൊക്കിപ്പിടിച്ചുകൊണ്ട് വന്ന് മുഖം മറിച്ച് പൊക്കുമ്പോൾ ഉറക്കെ വായിച്ചിട്ടാണ് വ്യാഖ്യാനിക്കുന്നതായിരുന്നു പ്രസംഗം എന്ന് പറയും. അത് ഏറ്റവും നൂറ്റാണ്ട് തുടങ്ങിയതാണ്. വത്തിക്കാൻ കൗൺസിൽ കുറെ കൂടെ പ്രചാരത്തിലേക്ക് കൊണ്ടുവന്നു ആ വിശുദ്ധ ഗ്രന്ഥ പഠനം. അപ്പം അതുകൊണ്ട് ഇതേക്കുറിച്ച് ആക്ഷേപങ്ങളൊക്കെ കേൾക്കുമ്പം തനിക്ക് തന്നെ ആത്മാഭിമാനം ഇല്ലാതെ ചില കത്തോലിക്ക വിശ്വാസികൾ പോലും അതിന് മറുപടി ചില കമൻറ്റിൽ കാണാറുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ കമൻറ്റ് ഇട്ടിരിക്കുന്ന കാണാൻ തോന്നിപ്പോകാം സഭയെക്കുറിച്ച് എന്ത് മനസ്സിലാക്കിയിട്ടാണ്.
ഇന്നലെ എന്താ സംഭവിക്കുന്നത്? മാർപ്പാപ്പ ഇങ്ങനെ പഠനവിധേയമാക്കിയ ഒരു വിഷയത്തെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന പ്രമാണം എന്താ? പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുന്ന കാരുണ്യവാനായ കർത്താവാണ് ആ പാപ്പായുടെ ഉള്ളിലിരിക്കും. പാപിനിയായ സ്ത്രീയെ ഇങ്ങനെ കല്ലെറിയാൻ വേണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ, നിങ്ങൾ പാപം ചെയ്യാത്തോ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ കല്ലുകൾ താഴെ പോയി. തമ്പുരാനോട് ചോദിച്ചു, നിന്നെ ആരും കല്ലെറിഞ്ഞില്ലേ, നീ പൊക്കോ, മേലിൽ പാപം ചെയ്യരുത്. ഇതല്ലേ ഇവിടെ അനുഭവം എന്ന് പറയുന്നു. സക്കായിയുടെ പാപങ്ങൾ ക്ഷമിച്ചില്ലേ? ഇവനും അബ്രഹാമിൻ്റെ പുത്രനാണെന്ന് പറഞ്ഞില്ലേ? ഇതുതന്നെ ഇവിടെ സ്വർഗ അനുരാഗികളുള്ള സമീപനത്തിൽ അവരെ ആട്ടി പുറത്താക്കരുതെന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഒരു വൈദ്യൻ്റെ സംബന്ധിച്ചാൽ സൗദീൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവനെ അനുഗ്രഹിക്കാം, അവനെ ആശീർവദിക്കാം എന്നുള്ള കല്യാണാശീർവാദം അല്ലത്. തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. നമ്മുടെ അടുത്ത് ഏതൊരു വൈദ്യൻ്റെ അടുത്തും എപ്പോഴും വരുന്നതാണല്ലോ, അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കണം, തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കണം. അച്ഛൻ പ്രാർത്ഥിക്കുന്നു, അത് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. അവരെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കണം. അതോടുകൂടി ആയിരിക്കാം ഒരുപക്ഷെ അവർക്ക് മനസ്സാന്തരം ഉണ്ടായിക്കൊണ്ട് വരിക. സഭയുടെ മൗലികമായ പഠനം സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ആ ബന്ധത്തിലാണ് വിവാഹം നിലനിൽക്കുന്നത്. അതിന് ഒരു മാറ്റവും ഒരു കാലത്തുമില്ല. തെറ്റിദ്ധാരണ പരത്തി മറ്റേ പാപ്പ തെറ്റ്, അതിൻ്റെ കൂടെ ചില ആൾക്ക് ചേർന്ന് പാപ്പായ്ക്ക് തെറ്റ് പറ്റിയിരിക്കുന്നു എന്നൊക്കെ പറയുന്ന മണ്ടത്തരങ്ങളെ നമ്മളത് ആ രീതിയിൽ അതിൻ്റെ മുഖവരയ്ക്ക് എടുത്താൽ മതി. അതുകൊണ്ട് ആ ഒരു കാര്യം എന്ന് പറഞ്ഞതുപോലെയാണ് പരിശുദ്ധ കന്യാമറിയത്തെ കർത്താവിൻ്റെ സഭ പഠിപ്പിക്കുന്ന അവർ നിത്യകന്യകയാണ്, അമലോത്ഭവയാണ്, ദൈവത്തിൻ്റെ അമ്മയാണ്, സ്വർഗാരൂപരിയ. ഈ 4 കാര്യങ്ങൾക്ക് മാറ്റമൊന്നുമില്ല സഭയിൽ. അതൊന്നും ആരാധനയൊന്നുമല്ല. അമ്മയെ ബഹുമാനിക്കുക. അമ്മ തന്നെ പറഞ്ഞു, എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവരിയെന്ന് പ്രകീർത്തിക്കും. അമ്മ പറഞ്ഞത് അതാ സഭ ചെയ്യുന്ന എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവരിയെന്ന് പ്രകീർത്തിക്കും എന്നാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് അമ്മയെ ആരും ആരാധിക്കുന്നില്ല. അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞ പ്രബോധന പ്രകാരം അമ്മയുടെ സമീപത്ത് വരുമ്പോൾ ഈശോയിലേക്ക് തിരിയാനുള്ള വലിയ പ്രചോദനം ഉണ്ടാകുന്നു. അനുഗ്രഹം തരുന്നത് ഈശോയാണ്, അമ്മയല്ല. അമ്മ വഴിയാണ്. അമ്മയ്ക്ക് മധ്യസ്ഥ ശക്തിയുണ്ട്. ഈ ഭൂമിയിൽ മധ്യസ്ഥതയില്ലേ? ഉണ്ടായല്ലോ. ഓൾഡ് ടെസ്റ്റ്മെന്റ് ആണെങ്കിൽ അബ്രഹാമിന്റെ മധ്യസ്ഥം കണ്ടില്ലേ? ദൈവത്തിന് മധ്യസ്ഥം വഹിക്കുന്നു. ഇന്ന് ഇവർ തന്നെ മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ ചൊല്ലുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ മറിയം എന്നൊക്കെ പറയും ഒരു പുച്ഛത്തോടുകൂടി, മറിയാരാധന. അതേസമയത്ത് ഈ ദൈവത്തിന് ജന്മം കൊടുത്തു എന്ന് പറയുന്ന സംശയമൊന്നുമില്ല, ഇവർക്കാർക്കുമില്ല. ജന്മം കൊടുത്തു കഴിഞ്ഞാൽ മുട്ടത്തോട് പോലെ, കോടിക്കുഞ്ഞ് വിരിഞ്ഞു കഴിഞ്ഞാൽ മുട്ടക്കോട് പോലെ. ആ ധാരണയൊക്കെ ഇപ്പം പണ്ടേ പോയി. അവർക്ക് വ്യത്യസ്തമായ ധാരണക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പാപ്പായെക്കുറിച്ചുള്ള ധാരണയൊക്കെ പണ്ടേ പോയി. ഞങ്ങൾക്കും വേണം ഒരു പാപ്പ എന്ന് ഈ ലക്ഷക്കണക്കിന് സെക്റ്റുകൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ സെക്റ്റുകളായിട്ട് പിരിയാനാണ് കാരണം ഈ പറയുന്ന മഹാന്മാരുടെ ഈ ലോകത്തിൽ എത്രയുണ്ട്, എണ്ണിയാത്ത ആകാശ നക്ഷത്രങ്ങൾ പോലെയാണ് ഇതിൻ്റെ സെക്റ്റുകളുടെ എണ്ണം. അവരെ കൂട്ടിയിണക്കുന്ന ആരാ? ഇവിടെ അധികാര പ്രബോധനമുള്ളത് ഇവർക്ക്. ഓരോ സെക്റ്റും ഓരോ ഇതീ പഠിപ്പിക്കുകയല്ലേ. അതുകൊണ്ട് അവരിൽ തന്നെ ഉയർന്നു വന്നിരിക്കുന്ന ദൈവശാസ്ത്രജ്ഞന്മാർ ഞങ്ങൾക്കും, അതായത് പ്രോട്ടസ്റ്റന്റ് സഭകൾക്കും അല്ലെങ്കിൽ സെക്റ്റുകൾക്കും ഒരു മാർപ്പാപ്പ ആവശ്യമായിരിക്കുന്നു എന്ന് എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ആ കാര്യം വിടുക. ഇവിടെ നമ്മൾ അമ്മയിലേക്ക് തിരിയുക. നോക്കിക്കുക, ആപ്പിൾക്കൂട്ടിലേക്ക് അമ്മ നിൽക്കുന്നത് കണ്ടില്ലേ? അവിടെ നാം ഒരു കാര്യം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. പ്രവചനം. ഏത് പ്രവചന? നാത്താൻ പ്രവാചകൻ ദാവീദിനോട് പറഞ്ഞതാണ്. ഇത്ര മനോഹരമായ പ്രവചനം. അവിടെ തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. 7-ാം അധ്യായത്തിൻ്റെ ആഹാസ് രാജാവിൻ്റെ ആ ഭരണകാലഘട്ടത്തിൽ ഇങ്ങനെ യേശയ്യാ പ്രവാചകൻ കടന്നു എന്ന് പറഞ്ഞു. എപ്പോഴാണ് കടന്നില്ല? കാരണം സാഹചര്യം എന്താ? രാഷ്ട്രീയ പശ്ചാത്തലം എന്താ? അതായത് സിറിയയും വടക്കൻ ഇസ്രായേലും കൂടി അസീറിയ ആക്രമിക്കാൻ വന്നപ്പോൾ യൂദയോട് പറഞ്ഞു ഞങ്ങളുടെ കൂടെ കൂടാൻ. അപ്പോൾ നമുക്കൊന്ന് ചോദിക്കാം, യൂദ കൂടിയില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? സിറിയയും വടക്കൻ ഇസ്രായേലും കൂടി യൂദയെ ആക്രമിക്കാൻ തീരുമാനിക്കും. കണ്ടോ പശ്ചാത്തലം? അതായത് ഇസ്രായേലും വടക്കൻ ഇസ്രായേൽ രാജ്യം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടിരുന്നല്ലോ ജെറോബോവാമിന്റെ കാലഘട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു. ആദ്യം പിന്നെ ജെറോബോവാം ഒന്നാമനാണ് ഇസ്രായേലിൻ്റെ രാജാവായി, വടക്കൻ ഇസ്രായേലിൻ്റെ രാജാവായി. അപ്പം യൂദായും വടക്കൻ ഇസ്രായേലായിട്ട് വിഭജിക്കപ്പെട്ടു. പിന്നെ അത് ശത്രുതയാണ്. അത് കഴിഞ്ഞപ്പോൾ സിറിയ അതിനപ്പുറം കിടക്കുന്ന സ്ഥലം. ഇപ്പോൾ നമുക്കറിയാം സിറിയ ഇവിടെ കിടക്കുന്നത്, ഡമാസ്കസിൻ്റെ തലസ്ഥാനം. ഇവർ രണ്ടു കൂടെ കൂടി അസീറിയയെ നേരിടാനുള്ള കരുത്തില്ല. കാരണം ഇത് ചെറിയ രാജ്യങ്ങൾ, അസീറിയ വമ്പൻ രാഷ്ട്രമാണ്.
എന്ന് പറഞ്ഞ പേർഷ്യ ഇന്നത്തെ ഇറാനൊക്കെ ഉൾപ്പെടുന്ന കാര്യമായി. ഇറാൻ ഇറാഖ് ഉൾപ്പെടുന്ന അസീറിയ എന്ന് പറയും. ഇന്നും അത് തന്നെയല്ലേ, ഇന്ന് ആക്രമിക്കാൻ തുടങ്ങുന്നത് കണ്ടില്ലേ, ഇറാൻ ശ്രമിക്കുന്ന കണ്ടില്ലേ. പഴയ അസീറിയനായിട്ടുള്ള ഒരു 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 ചിന്ത അവരുടെ ഉള്ളിൽ കിടപ്പുണ്ടാവും. ആക്രമിക്കാൻ ഒരുങ്ങിയപ്പോൾ യൂദ രാജാവ് ഭയങ്കരമായിട്ട് വിഷമിച്ചു. ആഹാസ് രാജാവിൻ്റെ ഹൃദയം കൊടുങ്കാറ്റിൽ 4 ഇല പോലെ വിറച്ചു എന്ന് പറയും, പേടിച്ചുപോയി. അതെന്താ ഇത്, പെട്ടെന്ന് ഒരു പോംവഴി കണ്ടെത്തിയാണ് ഈജിപ്തുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യാം, അല്ല അസീറിയയുമായിട്ട് ഒരു ഉടമ്പടി ചെയ്തുകളെ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഉടമ്പടി ചെയ്യാനായിട്ട് ഒരുങ്ങിപ്പോയപ്പോഴാണ് യെശയ്യാ പ്രവാചകൻ ചെയ്യരുത്, പാടില്ല, നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിലനിൽക്കുകയില്ല, ഇഫ് യു ഡു നോട്ട് ബിലീവ് യു വിൽ ബി കൺഫേംഡ്, ആ കാര്യം ഓർത്തുകൊള്ളുവിൻ. അപ്പം നിനക്ക് വേണമെങ്കിൽ ഒരു അടയാളം ചോദിക്കാം, കർത്താവിനോട് ഒരു അടയാളം ചോദിക്കാം, കർത്താവ് ഇടപെടും എന്നുള്ളതിനെ സംബന്ധിച്ച്. സാധാരണ ഈ അടയാളം ചോദിക്കുന്ന ഈശോയ്ക്ക് ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. ഈ ദുഷിച്ച തലമുറയ്ക്ക് യോനയുടെ അടയാളമല്ല മറ്റൊരു അടയാളം നൽകപ്പെടില്ല പറഞ്ഞ് പുതിയ നിയമത്തിൽ പറഞ്ഞു. ഇവിടെ പ്രവാചകൻ അങ്ങോട്ട് ഒരു അടയാളം ചോദിക്കാം. അപ്പം അയാൾ എന്ത് ചെയ്തു, അദ്ദേഹം ഒന്നാമത് ഡിപ്ലോമാറ്റിക്കായിട്ട് പറഞ്ഞു, ഇല്ലില്ല, ഞാൻ അടയാളം ചോദിക്കില്ല, കർത്താവിനെ പരീക്ഷിക്കില്ല. അപ്പോഴാണ് പ്രവാചകൻ പറയുന്നത്, എന്നാൽ ഞാൻ നിനക്കൊരു അടയാളം തരുന്നു, കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. അവനിലൂടെയാണ് അവൻ തേനും ഭക്ഷിക്കാന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ദേവന്മാരുടെ ഭക്ഷണമാണ്, അവനിലൂടെ നീ രക്ഷ പ്രാപിക്കാൻ പോകുമെന്ന് പറഞ്ഞപ്പം ആ പ്രവചനമാണ് ഇവിടെ പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നത് പുൽക്കൂട്ടിൽ. അതാണ് ഈ കന്യക. അപ്പം ആ കന്യക ഗർഭം ധരിച്ച് പ്രസവിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു സാഹചര്യം ഉണ്ട് കേട്ടോ. ആ കന്യക ആരാണ്? ചില പറയുന്നത് അദ്ദേഹത്തിൻ്റെ പുത്രനാണ്, ആഹാസിന് പുത്രൻ ഹെസക്കിയ രാജാവെങ്കിൽ ഇതിനകത്ത് പറഞ്ഞുകൊണ്ട് അതിൻ്റെ രാജ്യത്തിന് അതിൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല, ദാവീദിന് സിംഹാസനം ഞാൻ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ രാജാവ് ഉണ്ടായിട്ടില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഹെസക്കിയ രാജാവൊന്നുമല്ല. അത് വരാനിരിക്കുന്ന രാജാവിനെ കുറിച്ച് മുൻകൂട്ടി പറഞ്ഞ കാര്യം തന്നെയാണ്. പല പ്രവചനങ്ങൾ കൂട്ടിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് ഈ പറയുന്ന രാജാവ് എന്ന് പറയുന്ന ആള് ഹെസക്കിയ രാജാവല്ല. പിന്നെ വേറെ ആരാ അഭിപ്രായം പറയുന്നത്? ചില പറയുന്നത് അപ്രവാചകന്റെ പുത്രനാണെന്ന് പറയും. എന്താ, ഈ യെശയ്യാ പ്രവാചകൻ 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒരാളുടെ പേരാണ് മഹർഷലാൽ ഹഷ്ബഷ് എന്ന് പറയും, മഹർഷലാൽ ഹഷ്ബഷ്. രണ്ടാമത്തേത് ഷയാർ യാഷൂബ്. ഒരു റെമനന്റിന്റെ തിരിച്ചുവരവിനെ കുറിച്ച് പറയണം. അതാണ് അവരിലൊരാളാന്ന് പറയും. അതിനൊന്നും ഒരു പ്രത്യേകമായിട്ട് ഒരു പ്രസക്തി പറയാൻ പറ്റില്ല. അങ്ങനെയൊന്നുമല്ല. ഇത് മുൻകൂട്ടി ഈ ഒരുപക്ഷെ പ്രവാചകൻ അറിയാതെ തന്നെ ഒരാൾ കാലഘട്ടത്തിൽ പിറക്കാനിരിക്കുന്ന കുട്ടിയെക്കുറിച്ച് മുൻകൂട്ടി അങ്ങ് പറയുക ചെയ്തേ കന്യക. അതുകൊണ്ട് ആ കന്യക എന്ന് പറയുന്നത് നിത്യകന്യക തന്നെയാണ്. അവിടെ എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം. ആ അമ്മയുടെ ജീവിതത്തിലെ 2-3 ഘട്ടങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കാം. ഒന്നാമത്തെ ഘട്ടം ഒരു അസ്വസ്ഥതയുടെ ഘട്ടമാണ്. ഗബ്രിയേൽ മാലാഖ എന്ന് പറഞ്ഞു, കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവിനോട് കൂടെ, നീ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, നിന്നെ പുറപ്പെടുന്ന ദൈവത്തിൻ്റെ പുത്രനാന്ന് പറയുമ്പോഴത്തേക്കും ആ പട അസ്വസ്ഥയായി. എന്നാ അസ്വസ്ഥത കാരണം? ഈ പെൺകുട്ടി തൻ്റെ ജീവിതം നിത്യ കന്യകത്വത്തിന് വിട്ടുകൊടുത്തിരുന്നു. യൗസേപ്പുമായിട്ട് വിവാഹം നിശ്ചയം ചെയ്തിരുന്നൊക്കെ ശരി തന്നെയാണ്. പക്ഷേ പിതാക്കന്മാർ ഗ്രിഗറി നസിയാൻസനും അതുപോലെ തന്നെ വിശുദ്ധ യൗസേപ്പും ഉണ്ണിയാന്മാർ പറഞ്ഞ ഈ യൗസേപ്പ് പിതാവുമായിട്ട് അപ്പോൾ തന്നെ നേരത്തെ ധാരണയുണ്ടായിരുന്നു. നിത്യകന്യകയായിട്ട് ഞാൻ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് അംഗീകരിച്ചുകൊണ്ട്, അതുകൊണ്ട് ആ കന്യാപുരക്കാരുടെ കാവൽക്കാര എന്ന യൗസേപ്പ് പിതാവ് വിളിക്കാൻ കാരണം. അപ്പം അതുകൊണ്ട് നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിരുന്നതാണ്. ഇപ്പം നിത്യകന്യക അങ്ങനെ ധാരണ ചില ആളുകൾ ഇപ്പോൾ ഈ പ്രോട്ടസ്റ്റന്റുകാരൊന്നും ഇപ്പം പറയുന്നുണ്ടെന്ന് അറിയാൻ പാടില്ല. കർത്താവ് ജനിച്ചു കഴിഞ്ഞ് വീണ്ടും ആളുകളെ പ്രസവിച്ചു എന്ന് പറയും. അതുകൊണ്ട് സഹോദരന്മാരെന്ന് പറഞ്ഞാൽ അവരാണെന്നൊക്കെ പറയുന്ന തെറ്റായ ചിന്ത കേൾക്കുന്ന നമ്മൾ അഴിപ്പെട്ടു പോയി. അമ്മ നിത്യ കന്യകയായിരുന്നു. അതായത് സഭയുടെ ആധികാരികമായ പ്രബോധനം, അതിന് അടിസ്ഥാനമുണ്ട്, അതിൻ്റെ പ്രവചനങ്ങളുടെ അടിസ്ഥാനമുണ്ട്, അമ്മയുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനമുണ്ട്, പ്രകൃതി അടിസ്ഥാനമുണ്ട്. ഇവിടെ അമ്മയുടെ അസ്വസ്ഥത അതുകൊണ്ടാണ് പറഞ്ഞത്, നിന്നിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിൻ്റെ പുത്രനായിരിക്കും, എമ്മാനുവേൽ വിളിക്കപ്പെടുന്നു പറഞ്ഞപ്പോൾ അയ്യോ ഞാൻ പുരുഷനെ അറിയുന്നില്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പുരുഷനുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടില്ല. ഉള്ളി കിടപ്പുണ്ട്, പ്രതിജ്ഞ എടുത്തിരിക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അസ്വസ്ഥയായി, അയ്യോ ഞാനെടുത്ത പ്രതിജ്ഞ അത് തകർക്കേണ്ടി വരുമോ എന്നുള്ള വിഷമത്തിൽ കൊണ്ട് ആ നിഷ്കളങ്കയായ കന്യക വിഷമിച്ചു. 2ാം ഘട്ടം വന്നപ്പോൾ പറയാം, അസ്വസ്ഥതയുടെ ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നു,
ഇല്ല. പരിശുദ്ധാത്മാവ് വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഈ കന്യകയുടെ സ്വഭാവത്തെ നാം മനസ്സിലാക്കണം. ദൈവാത്മാവിൻ്റെ നിറവാകും. അതുകൊണ്ടാണ് അമലോത്ഭവയായിരിക്കുന്നത്. അല്ല, കത്തോലിക്ക സഭ കണ്ടുപിടിച്ച കാര്യമൊന്നുമല്ല. അത് വേദവസ്തുവിനെ പ്രഘോഷിക്കുന്ന ദൈവാത്മാവിന് നിറവാ, കൃപ നിറഞ്ഞവളാ. അത് തന്നെയല്ല, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിക്കും. അതുകൊണ്ട് ഇത് രൂപപ്പെട്ടു വന്നു. അതുകൊണ്ട് സ്വർഗാരോഹണത്തിന് മുമ്പിലെ രഹസ്യം അത് തന്നെയാണ്. ആ അമ്മ നേരെ അങ്ങ് എടുക്കപ്പെട്ടു പുത്രനിലേക്കും. അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിക്കും എന്ന് കൃത്യമായിട്ട് പറയും. അപ്പോൾ അതുകൊണ്ട് അമ്മയുടെ ജീവിതത്തിൻ്റെ ഘട്ടങ്ങൾ രണ്ടാമത്തെ ഘട്ടമാണ്, വളരെ തീവ്രമായ ഘട്ടമാണെന്ന് ഓർക്കുക. ആലോചിച്ച് നോക്കിയേ, സക്കറിയ പ്രവാചകനെ അന്ന് ആരാധനാ കേന്ദ്രത്തിന് നടുവിൽ അതിവിശ്വ സ്ഥലത്ത് മലഹ വന്നെന്ന് പറഞ്ഞതുപോലെ അല്ല ഇവിടെ പറഞ്ഞേ. അവിടെ സംശയിച്ചത് കൊണ്ട് നീ മൂകനാവുമെന്ന് പറഞ്ഞു. ഇവിടെ സംശയിച്ചിട്ടൊന്നുമില്ല. ഇവിടെ ചോദ്യം ചോദിച്ച് ക്ലാരിഫിക്കേഷൻ ചോദ്യം ചെയ്യുള്ളൂ. അമ്മയത് വിശ്വസിക്കുകയുണ്ടോ, അല്ലാതെ സംശയിച്ചു, ദൈവത്തെ സംശയിച്ചില്ല. പക്ഷെ അന്ന് വളരെ സൂക്തമായ നല്ല വ്യക്തമായ മറുപടി കിട്ടി. പരിശുദ്ധാത്മാവ് വരും, അത്യുന്നതൻ്റെ ശക്തിൻ്റെ മുന്നിലേക്ക്. ഏത് പരിശുദ്ധാത്മാവ്? സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ദൈവം തൻ്റെ ആത്മാവ് ജലത്തിൽ ചലിച്ചു കൊണ്ടിരുന്നു എന്ന് പറയുന്ന വിശുദ്ധഗ്രന്ഥത്തിൻ്റെ ആദ്യത്തെ 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ പറയുന്ന പരിശുദ്ധാത്മാവ്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി നടത്തിയവൻ ഈ ആത്മാവിലാണ്. ഈ ദൈവാത്മാവാണ് പ്രവാചകന്മാരിലൂടെ ഈ സമൂഹത്തെ നേർവഴിക്ക് നയിക്കാൻ വഴി കാണിക്കാതായിട്ട് ഇറങ്ങി പുറപ്പെട്ടു. അപ്പോൾ ഈ ദൈവാത്മാവാണ് വരും എന്ന് പറഞ്ഞു. ഈ ദൈവാത്മാവാണ് അമ്മയിൽ വന്നിരിക്കുന്നതും. അതെ, പിന്നീടുണ്ടോ ഈ സൃഷ്ടികർമ്മത്തിൻ്റെ നവസൃഷ്ടിയാകുന്ന ഈശോമിശിഹായുടെ ജനനത്തിൽ ഈ ആത്മാവിൻ്റെ പ്രവർത്തനമാണ്, പുരുഷൻ്റെ ഇടപാടലല്ല. അത് കഴിഞ്ഞാണ് സഭയാകുന്ന സഭയുടെ കർത്താവ് ശരീരത്തിൻ്റെ ആ സൃഷ്ടികർമ്മത്തിൽ ആത്മാവാണ് ആരംഭിക്കുന്നത്. അതാണ് പെന്തക്കോസ്തായിൽ പാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വരുന്നു എന്ന് പറയും. ഇപ്പം സഭയുടെ ജന്മത്തിൽ നിന്ന് തന്നെ പരിശുദ്ധാത്മാവാണ്. പിന്നെ അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോഴോ സ്ത്രീഹന്മാരെ നയിച്ചത് ആരാ? ആത്മാവിനെ സ്വീകരിച്ചതിന് ശേഷമാണ് ഇവർക്ക് ധൈര്യം ഉണ്ടായത്, ശക്തരായി തീർന്നു. അങ്ങനെ മുമ്പോട്ട് പോകുന്നു. ഇനി നേരിട്ടെടുത്താൽ നമ്മുടെ കാര്യം വന്നാലോ, വ്യക്തിപരമായി നമ്മുടെ ഹൃദയത്തിൽ ഈ ആത്മാവ് ചലിച്ചാൽ നമ്മൾ ഉണർവുള്ളവരായി. ഈ ആത്മാവ് ചലിച്ചാൽ നവസൃഷ്ടി ഉണ്ടാകും. ഈ ആത്മാവ് ചലിച്ചാൽ നമുക്ക് അസാധ്യമായ കാര്യങ്ങൾ സാധ്യമായിട്ട് മാറും. ഈ ആത്മാവ് നശിച്ചാൽ ഇരുട്ട് നേരെ പമ്പ കിടക്കും. നമ്മുടെ ഉള്ളിൽ നിന്ന് വിഷാദം മാറും, ഉള്ളിൽ നിന്ന് നിരാശ മാറും, ഉത്കണ്ഠകൾ മാറും, നമ്മുടെ ജീവിതത്തിൻ്റെ അനിശ്ചിതാവസ്ഥ മാറും. നല്ല നിശ്ചയബോധ്യത്തോടുകൂടി ഈശോയെ പ്രഘോഷിക്കും. ഇത് ആത്മാവിൻ്റെ പ്രവർത്തനം പറയുന്നതാണ്. അതുകൊണ്ട് അമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കുക. 2-ാം ഘട്ടം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ബോധനം നൽകിയതാണ്. ആത്മാവിനെ സ്വീകരിച്ചു, ആത്മാവിനെ ഉൾക്കൊണ്ടു. അപ്പം മനുഷ്യൻ്റെ ഇടപെടൽ കൂടാതെ ദൈവത്തിന് അസാധ്യമായിട്ട് വല്ലതും ഉണ്ടോ? മനുഷ്യൻ്റെ ഇടപെടൽ അതല്ലേ ഇപ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ കാര്യങ്ങളും അങ്ങനെയല്ലേ നമ്മൾ കാണുന്നത്. ദൈവത്തിൻ്റെ ഇടപെടലിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും അസാധ്യമായിട്ടുണ്ടോ? 3-ാം ഘട്ടത്തിൽ വരുമ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസി. ഈ 3 ഘട്ടങ്ങൾ ഓർത്തിരിക്കുന്ന നല്ലതാണ് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ദൈവവിളികളിൽ ഇങ്ങനെ സംഭവിക്കാം. ഉദാഹരണം പറഞ്ഞാൽ ഒരാളിനെ ഒരു കന്യക, ഒരു പെൺകുട്ടി, അതിന് നിത്യ കന്യകയായിട്ട് ജീവിക്കാൻ ഉള്ളിൽ ഉൾപ്രേരണയുണ്ടായി. ഇന്നത്തെ ചുറ്റുപാട് വഷളത്വങ്ങൾക്ക് കണ്ടുകൊണ്ട് എന്തോ ഒരു വഷളത്വമായിപ്പം നടക്കും. ഈ പൊർണോ ഫിലിമുകളും മൊബൈൽ ഫോണുകളും തകർക്കുന്ന ജീവിതങ്ങൾ എത്ര അധികമാണ്. എൻ്റെ ഈ പെൺകുട്ടിയിൽ അപ്പനെ അമ്മ പിടിച്ചിട്ട് ഇറങ്ങിപ്പോകും. ഒറ്റ കാരണമേ ഉള്ളൂ, ആ പാർട്ട്ണറുടെ ലൈംഗിക അതിക്രമങ്ങൾക്ക് സ്വയം വിട്ടുകൊടുത്തുകൊണ്ട് പിന്നെ അവനെ കൂടെ ജീവിക്കാൻ മേലാത്ത അവസ്ഥയുണ്ടായി. ഇതെല്ലാം അതിൻ്റെ രഹസ്യം എന്ന് പറയും. സത്യമതല്ലേ? എന്നിട്ട് ഇറങ്ങി പുറപ്പെട്ട അവസാനം ചെന്ന് ആത്മഹത്യ ചെയ്യും. നമ്മുടെ പെൺകുട്ടികൾ മനസ്സിലാക്കണം, ഇത് ദൈവാത്മാവിൽ പ്രേരിതമായിട്ട് വേണം ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ. മറ്റോ മനുഷ്യൻ്റെ ആത്മാവാണ്. അവിടെ ചെന്ന് മനുഷ്യൻ്റെ വളർച്ച പ്രാപിക്കുന്ന മുമ്പ് തന്നെ ഈ ലൈംഗിക വൈകൃതത്തിന് വഴിപ്പെട്ട് കഴിഞ്ഞ ആത്മഹത്യയാണ് അതിൻ്റെ ഫലം. നശിച്ചു പോകുന്ന എത്ര എണ്ണം നശിച്ചു പോകുന്നു, എത്ര എണ്ണം ഇറങ്ങിപ്പോകുന്നു. ഇത്രയധികം പരിശീലനം കൊടുത്തിട്ടും പഠിപ്പിച്ചിട്ടുമൊക്കെ എൻ്റെ ഇങ്ങനെ പോകാൻ കാരണം മാതാപിതാക്കളെ ദൈവമാതാവിൻ്റെ കന്യാത്വത്തിലുള്ള ധാരണയെ അതൊക്കെ നഷ്ടപ്പെട്ടു പോയ അപകടമാണ്. അവിടെ നിന്നാണ് ഈ സന്യാസ ജീവിതം, സന്യാസിനികളുടെ ജീവിതം ഉണ്ടായത്. അതാണ് ബ്രഹ്മചാരികളെ വൈദികരുടെയും സന്യാസികളുടെ ജീവിതത്തിൻ്റെ ശൈലി. അത് അന്നും പുതിയ കാര്യമൊന്നും ആയിരുന്നില്ല. ഇവർക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അന്ന് യഹൂദ സമൂഹത്തിൽ തന്നെ എസ്സീൻ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റിയാണ്. അവരുടെ സന്യാസിനികളെ ബ്രഹ്മചാരികളുണ്ടായിരുന്നു.
അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നു ഭവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഇന്നത്തെ അപകടം എന്ന് പറയുന്നത് പാൻസെക്ച്വലിസത്തിൻ്റെ സ്വാധീനത്തിൽ പറ്റുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ അന്ധമായിട്ട് പോവുകയാണ്, വൈകാരികമായ അന്ധതയിൽ ചെന്ന് ചേർന്നു. ആത്മാവുള്ളിൽ കെട്ടുപോയി കഴിഞ്ഞാൽ അത് വലിയ ഭയങ്കര അപകട നിലയിലേക്ക് വരിക. വിശ്വാസം എന്ന് പറയുന്നത്, ജീവനുള്ള വിശ്വാസം എന്ന് പറയുന്നത് അത് ജീവിതമാണ്, അല്ലാതെ നമ്മൾ തലയ്ക്കകത്തിരിക്കാനുള്ള പ്രമാണങ്ങളൊന്നുമല്ല. ജീവനുള്ള വിശ്വാസം എന്ന് പരിശുദ്ധാത്മാവ് ഉള്ളിൽ കറങ്ങി നമ്മുടെ ജീവിതം നവീകരിക്കുകയും രൂപപ്പെടുത്തുകയും വഴി നടത്തുകയും ചെയ്യുന്നതാണ്. ആ വിശ്വാസം തിന്മയിൽ നമ്മളെ മാറ്റി നിർത്തും, തിന്മയുടെ കെട്ടുകളിൽ പെടാതെ നോക്കും, കെണിയിൽ വീഴാതെ കാക്കും. അപ്പം പ്രകാശം ഉള്ളിലുണ്ടായിരിക്കും. ആ പ്രകാശം ഉള്ളിൽ ഉണ്ടാകത്തക്ക രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ, നമ്മുടെ കുടുംബങ്ങളുടെയൊക്കെ അന്തരീക്ഷം മാറ്റിയെടുക്കേണ്ടതല്ല. പോട്ടെ, നമുക്കത് വിശദീകരിക്കാനായിട്ട് സമയമില്ല. അതിൻ്റെ ആ കണക്കുകളൊക്കെ പറയാൻ അന്തം വിട്ടുപോകും. പെൺകുട്ടികൾ നശിച്ചു പോകുന്നതിൻ്റെ കണക്കെടുത്ത് വെച്ചാലുണ്ടല്ലോ അന്തം വിട്ടുപോകും. എവിടെ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്ക്? എന്നേ ഈ ആരാധനയിലും കൗതാശ ജീവിതത്തിലും താല്പര്യമില്ലാത്ത പോയത് അതിന് പരിണത ഫലമല്ലേ വന്ന് ഭവിച്ചിരിക്കും. ഒരു കാലത്ത് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. എത്ര ഭക്തിയോടും താല്പര്യത്തിൽ വളർന്നു വന്ന തലമുറയാണ് നമ്മുടേത്. ഇന്ന് പെൺകുട്ടികൾക്ക് അതുണ്ടോ? ഇല്ലാത്ത കുഞ്ഞുങ്ങളുടെ കുഴപ്പമാണോ? കൊടുക്കാൻ മാതാപിതാക്കൾക്ക് ഉള്ളിലൊന്നുമില്ല, ശൂന്യത, ഭൗതികമായ തിമിരം ബാധിച്ചിരിക്കുന്നതുകൊണ്ടാണ്. ജീവിതത്തിൽ ആക്രാന്തം വർദ്ധിച്ചു. പ്രാർത്ഥിക്കാൻ തന്നെ പ്രാർത്ഥിക്കുന്നത്, അയ്യോ അച്ഛ പ്രാർത്ഥിക്കണം, എന്തിനു വേണ്ടിയാ അച്ഛൻ പ്രാർത്ഥിക്കണം, എന്തിനു വേണ്ടി എനിക്ക് അങ്ങോട്ട് ദുബായിക്ക് ഒരു വീസ കിട്ടാൻ വേണ്ടി. ഓക്കെ, അവിടെ പ്രാർത്ഥിച്ചു, കിട്ടി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ സ്വസ്ഥത വല്ലതും ഉണ്ടോ? പിന്നെ അടുത്ത പ്രാർത്ഥന, അയ്യോ ഇവിടുന്ന് അതിലും ഭേദമാണ് അങ്ങോട്ട് പോകുക, കാനഡയ്ക്ക് പോകാൻ, അയ്യോ കാനഡയ്ക്ക് വേണ്ട വീസ കിട്ടണം, അയ്യോ അതിനെ പ്രാർത്ഥിച്ചു, കാനഡയിലും ചെയ്യും. എന്നിട്ട് അവിടെ സ്വസ്ഥതയുണ്ടോ? അത് കഴിഞ്ഞാൽ അയ്യോ പ്രാർത്ഥിക്കണം, അവിടെ അയ്യോ ഇച്ചിരി മെച്ചമാണ് ഓസ്ട്രേലിയ, അങ്ങോട്ട് പോകുന്നത് നല്ലതാണ്, അങ്ങോട്ട് പോകാൻ പ്രാർത്ഥിച്ചു, അതും കിട്ടി, എല്ലാം കിട്ടുന്നുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടോ അയ്യോ ഇതിനേക്കാളൊക്കെ ഭേദം അമേരിക്ക, അങ്ങോട്ട് പോയ. എവിടെ മനുഷ്യ നിനക്ക് സ്വസ്ഥത എന്ന് പറയും? ദൈവാത്മാ ഉള്ളിലുണ്ടെങ്കിൽ അവിടെ അല്ല സ്വസ്ഥത കൈവരുന്നത്. അപ്പം അതുകൊണ്ട് അമ്മയുടെ ജീവിത ശൈലി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് മനസ്സിലാക്കേണ്ടതാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അമ്മ അവിടെ ഏത് സാഹചര്യത്തിലാണ് ഉണ്ടായിരുന്നത്? തിരസ്കരിക്കപ്പെട്ട്, തള്ളപ്പെട്ട്, ആരും പരിഗണിക്കാതെ കഷ്ടപ്പെട്ട്, ഈ 10-60 കിലോമീറ്റർ ഇങ്ങനെ ഗർഭസ്ഥാവസ്ഥയിൽ സഞ്ചരിച്ച് യാത്ര ചെയ്ത് വിഷമിച്ച് വന്ന് കയറിയിട്ട് കിടക്കാൻ സ്ഥലമില്ലാഞ്ഞ് ഒരു കന്നുകാലിൻ്റെ ഗുഹയ്ക്കകത്ത് കിടക്കേണ്ടി വന്നില്ലേ ഈ അമ്മയ്ക്ക്? ആരാ ഈ അമ്മ? ഈ പ്രപഞ്ചനാഥൻ്റെ അമ്മയാണ്, ഈ പ്രപഞ്ചത്തെ കയ്യിലെടുക്കുന്നതിൻ്റെ അമ്മയാണ്. ഈ അമ്മ ഇന്ത്യയിൽ കഷ്ടപ്പെട്ടു, അത് കഴിഞ്ഞുള്ള പോക്ക് കണ്ടില്ല, ഇന്ത്യയിൽ പോകേണ്ടതായിട്ട് വന്നു, പിന്നെ പലായനം ചെയ്യുന്നില്ല. പുറപ്പാട് സംഭവം മുഴുവൻ ആവർത്തിച്ചില്ല ഈ ജീവിതത്തിലൂടെ. ഇസ്രായേലിൻ്റെ പുറപ്പാടിന് സംഭവം അതേപടി ഇസ്രായേലിനെ എൻ്റെ പുത്രന് ദൈവം വിളിച്ചുവെങ്കിൽ തൻ്റെ തനിപുത്രൻ തന്നെ ഇറങ്ങി വന്നപ്പം അതേ സംഗതിനെ ആവർത്തിക്കേണ്ടത് പോകേണ്ടി വന്നു ഈജിപ്തിലേക്ക്. യാക്കോബ് സന്തതികളും പോയാലും തന്നെ പോകേണ്ടി വന്നില്ലേ? അവിടെയൊക്കെ ഈ അമ്മയല്ലേ പോയത്. അങ്ങോട്ട് പോയപ്പം കൊച്ചു ചെറുതാ, ഭാരമില്ല. പക്ഷെ ഇങ്ങോട്ടൊന്നും കൊച്ചു 6-7 വയസ്സായി. എന്തൊരു കഷ്ടപ്പാട്, എടുത്തുകൊണ്ട് നടക്കാൻ പറ്റുമോ? നോക്കട്ടെ, അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. എന്തായാലും ശരി, ഈ അമ്മ നമ്മുടെ ജീവിതത്തിലെ ഈ തിരുപ്പിറവി ദിനത്തിൽ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നത് നല്ലതാണ്, വളരെ അത്യാവശ്യമായ കാര്യം. അതുകൊണ്ട് മൂന്നാമത്തെ ഘട്ടത്തിൽ വരുമ്പോൾ അമ്മയുടെ ജീവിതത്തിൽ അതാണ് നമുക്ക് പ്രധാനപ്പെട്ട. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ. നിന്റെ ഇഷ്ടമാണ്, എൻ്റെ ഇഷ്ടമല്ല. എനിക്ക് വീസ കിട്ടാനുള്ള കാര്യമല്ല, നിന്റെ ഇഷ്ടമാണ് വീസ കിട്ടുന്നത്, കിട്ടട്ടെ. നിന്റെ ഇഷ്ടം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറയുന്നിടത്താണ് അമ്മയുടെ ജീവിതത്തിൽ മൂന്നാം ഘട്ടം. അയ്യോ അതായിരുന്നു എൻ്റെ വിജയം. മനുഷ്യൻ, ദൈവം തൻ്റെ മകളോട് സ്വാതന്ത്ര്യം ചോദിച്ച, അനുവാദം ചോദിച്ച, മോളെ ഞാൻ നിന്നിൽ പിറക്കാൻ നീ അനുവദിക്കുമോ? അപ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസി തുറന്നു കൊടുത്തു ജീവിതത്തെ. നമ്മോട് ഇത് തന്നെ ചോദിക്കുന്നത്. നീ അന്ധകാരത്തിന് നടുവിലൂടെ നടന്നു നീങ്ങുമ്പോൾ, നിന്റെ ചുറ്റുപാടുകളെ തിന്മകളൊക്കെ കണ്ടുകൊണ്ട് നീങ്ങുമ്പോൾ, ഈ തട്ടിപ്പിൻ്റെ യുഗത്തോടെ നീങ്ങുമ്പോൾ എന്തൊരു വഴക്കും വക്കാണോ, എന്തൊരു കാര്യം ഇപ്പം കാണിക്കുന്നത് എന്തൊക്കെയാണ്? അട്ടിപ്പിട്ടി, എന്നിട്ട് കേസ് ചുമ്മാ അങ്ങ് കേസെടുത്തേക്കുക, വെറുതെ കേസെടുക്കുക, ആരുടെ പേരിലും കേസെടുക്കുക, ഏത് നേതാവിനും കേസെടുക്കുക. ഇതൊക്കെയാണ് ധാർഷ്ട്യം എന്ന് പറയും. മനുഷ്യനെ ഈ ജനാധിപത്യത്തിൽ എതിർ ശബ്ദം പുറപ്പെടുവിക്കാൻ അധികാരമില്ലേ, അവകാശമില്ലേ? എതിർക്കാൻ അവകാശമില്ലേ, അധികാരമില്ല. ഡിസിപ്ലിൻ പാലിക്കാൻ ഒക്കെ നല്ലത് തന്നെ. പക്ഷേ കാണുന്നതിനും ഒക്കെ നേരം മനുഷ്യനെ അങ്ങോട്ട് വരട്ടെ പേടിപ്പിച്ച് കേസെടുത്ത് പുറകെ നടത്തിച്ചുകൊണ്ട് വിഷമിപ്പിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊന്നും ശരിയായ രീതിയല്ല. ഒക്കെ തിരിച്ചടിയുണ്ടാവും. നിങ്ങൾ വിചാരിച്ചോ, ഇതാ നിന്റെ തലമുക്ക് മുകളിൽ ആ വാള് തൂങ്ങിക്കിടപ്പുണ്ട്, നിന്റെ തലയിലേക്ക് വീഴാൻ പോകുന്ന നീ ഒന്നും ഈ അധികാരത്തിൽ ഇരിക്കുകയില്ല. അപ്പം അതുകൊണ്ട് വളരെ ഈ തട്ടിപ്പുകൾക്ക് നടുവിൽ
ഈ രാഷ്ട്രീയ തട്ടിപ്പ്, സാമൂഹ്യ തട്ടിപ്പ്, അതിനൊക്കെ എന്തോ ഒരു കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്, എന്തോ ഒരു ഭയങ്കര മനുഷ്യൻ്റെ അധപ്പതനത്തിൻ്റെ ഭയപ്പെട്ട പോലെ മാതാപിതാക്കളൊക്കെ വെട്ടിക്കൊന്നു പിന്നെ പോയി കെട്ടിത്തിരിഞ്ഞ് ചാവുക, 40 ദിവസം പോലും പ്രായാത്ത കൊച്ചിനെ ചവിട്ടി കൊല്ലുക കൊണ്ട് ആൾക്കാരിൽ കിടക്കുമെന്ന് നമുക്ക് വാസ്തവത്തിൽ നമ്മൾ അന്ധമായി പേടിച്ചു പോവുകയാണ്. ഇപ്പം ഇങ്ങനെയുള്ള അന്ധകാരത്തിൻ്റെ നടുവിലും നിന്റെ ഹിതം നിറവേറ്റത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശത്തിന് വിറ്റുകൊടുക്കാൻ തയ്യാറാകുന്നുവോ എന്നാണ് ചോദ്യം. ജീവിതം പ്രകാശം വിറ്റുകൊടുക്കാൻ തയ്യാറാകുന്നുവോ? അങ്ങനെ ഒരു വ്യക്തി ഒരു സമൂഹത്തിലുണ്ടെങ്കിൽ തന്നെ അവിടെ പ്രകാശം പരത്തിക്കൊണ്ടിരിക്കും. നേരെ എതിരായിട്ട് സന്യാസത്തെയും വൈദ്യജീവിതത്തിലെയും ഒക്കെ അപഹേളിക്കുകയും പരിഹസിക്കുകയും ചെയ്ത് പിശാചിന്റെ പണിയാണ്. ഒരുത്തനും ഇനി പെൺകുട്ടികളെ മടത്തിൽ വിടാൻ പാടില്ല. ഈ പറയുന്നവനാരാ? ദൈവത്തിന് പത്ത് നീക്കാൻ വില്ലനാകാരിയിരിക്കും. ആരും ഉരുട്ടിക്കയറ്റുന്ന ദൈവവിളി, അത് ആത്മാവിന്റെ പ്രചോദനം ഉള്ളിൽ നിന്ന് വരുന്ന ദൈവപ്രചോദനം. അതിനെ തടസ്സപ്പെടുത്തുന്നതിന് തെറ്റാ ചെയ്യുന്നവൻ അല്ല. ആരും നിർബന്ധിച്ചാരും സന്യാസത്തിലേക്ക് വിടുകയല്ല. ഉള്ളിൽ നിന്നുണ്ടാകുന്ന പ്രചോദനത്തെ തടസ്സപ്പെടുത്തുന്നത് അത് ദൈവബുദ്ധ പദ്ധതിക്ക് എതിരായിട്ട് പോകുന്ന പോക്കാം. അപ്പം അതുകൊണ്ട് ഇരാ കർത്താവ് നാസി എന്ന് പറയുന്നിടത്ത് കൃത്യമായിട്ട് നമുക്ക് ഇന്നത്തെ ഒന്നാമതരം പ്രചോദനം നമുക്ക് ആ ഒരു കാര്യത്തിൽ നിന്നുണ്ട്. ഞാൻ പറഞ്ഞുവല്ലോ, അവിടെ വളരെ ഭംഗിയായ രീതിയിൽ ആ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ആ കന്യക നിത്യകന്യക. പലപ്പോഴും യുവതി ഗർഭം ധരിച്ചത് താമസിച്ചിട്ട് അതെന്താണെന്നറിയോ? ഹീബ്രു ഭാഷ യുവതി എന്നാണ് പറഞ്ഞത്. അതാണ് പലപ്പോഴും എടുത്ത ട്രാൻസ്ലേറ്റ്. പിന്നെ അത് പിന്നെ സെപ്ത്വജന്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ യുവതി എന്നർത്ഥമുള്ള പദമല്ല സെപ്ത്വജന്തിൻ്റെ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കും. അതെന്ത് പദം ഉദ്ദേശിക്കുക? പാർത്തേനോസ് എന്ന പദം ഉദ്ദേശിച്ചിരിക്കും. അത് കറക്റ്റ് കന്യക എന്ന് തന്നെ അർത്ഥം. ഹീബ്രു ഭാഷയിൽ പറഞ്ഞിരിക്കുന്നിടത്ത് യുവതി ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും എന്ന് പറയുമ്പോൾ ഗർഭധാരണ ശേഷിയുള്ള സ്ത്രീ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. പക്ഷേ അത് സെപ്ത്വജന്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ കൃത്യം അതാരാ? യഹൂദന്മാർ തന്നെയാണ്. അവർ തന്നെയാണ് 10 പേര് കൂടി ചെയ്തതല്ലേ, 4-ാം നൂറ്റാണ്ടിൽ ചെയ്തതല്ലേ. സെപ്ത്വജന്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് കൃത്യമായിട്ട് പാർത്തേനോസ് എന്ന പദം ഉപയോഗിച്ചു. എന്ന് പറയാൻ നിത്യകന്യക എന്ന അർത്ഥത്തിൽ തന്നെ. അതാണ് മത്തായി സുവിശേഷം 1-ാം കോട്ടിയേരും. മത്തായി സുവിശേഷം കോട്ടിയിരിക്കുന്നതാണ് 1-ാം 21-ാം കന്യക ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് യേശയ്യാപ്രവചനം കോട്ടിയിരിക്കുന്ന ഈ സെപ്ത്വജന്തിൽ വന്നിരിക്കുന്ന ട്രാൻസ്ലേഷൻ എടുത്തിരിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം വളരെ ക്ലിയറാണ്. ആലോചിച്ച് നോക്കിയാൽ സൈക്കോളജിക്കായിട്ട് പോലും ഇങ്ങനെ ഹൃദയത്തിൽ അല്ലെങ്കിൽ ആത്മാവിൽ നിറഞ്ഞ് ത്യാഗിച്ച് ആരാധിച്ച് തൻ്റെ ഉദരത്തിൽ കിടന്ന ആ കുട്ടിയെ അതിനു വേണ്ടി ജീവിതം അർപ്പിച്ച് മുഴുവൻ അത് മാത്രം ശരണമായിട്ട് ജീവിക്കുന്ന ഏത് സ്ത്രീയുമായിട്ട് ആ സ്ത്രീക്ക് പിന്നെ രണ്ടാമതൊരു കുട്ടിയെ സ്വീകരിക്കാൻ മനസ്സ് വരുമോ? കുട്ടി പിറക്കുന്ന വരെയും അവൻ അവളെ അറിഞ്ഞില്ലെന്നിടത്ത് വലിച്ചു നീട്ടി അങ്ങോട്ടങ്ങ് പറഞ്ഞേക്കല്ലേ. അത് കഴിഞ്ഞ് അറിഞ്ഞെന്ന് ഒന്നും അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ്. കൃത്യമായിട്ട് അതിൻ്റെ അന്തസത്തിലേക്ക് നോക്കിയാൽ നിത്യകന്യകയായ അമ്മയെ നമുക്ക് കാണാൻ കഴിയും. അപ്പം അതുകൊണ്ട് ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിട്ട് അതുകൊണ്ട് എന്തിനാണ് വന്നിരിക്കുന്നത് ഈ കർത്താവ്? സമഗ്ര വിമോചകനായിട്ട് വന്നിരിക്കുക, സന്തോഷത്തിൻ്റെ വാർത്തയുമായിട്ട്. അത്യുനും ദൈവത്തിന് സൂയി ഭൂമി മനുഷ്യർക്ക് സമാധാനം. തന്നെയുമല്ല ഇതെന്തൊരു പ്രവചനങ്ങൾ, എത്രമാത്രം പ്രവചനങ്ങൾ കർത്താവിനെ കുറിച്ചുള്ളത്. എന്താ അന്നത്തെ രാജാക്കന്മാരെ അവരെ രാജാഭിഷേകം നടത്തുമ്പോൾ സങ്കീർത്തനം ചൊല്ലുമായിരുന്നു. കർത്താവിനോട് അരുളിച്ചെയ്തു, നീ എൻ്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി. അതായത് രാജാഭിഷേകം കർത്താവ് ൻ്റെ പ്രതിനിധിയായിട്ടാണ് രാജാവിനെ വാഴിക്കും. അതുകൊണ്ട് സങ്കീർത്തനങ്ങൾ പാടാൻ പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. അന്ന് ആ പുരോഹിതൻ പറയുന്ന വാക്കുകൾ അത്, അതായത് നീ കർത്താവിനോട് സങ്കീർത്തനം 2-ാം വാക്യം, നീ എൻ്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി. ഇപ്പോൾ രാജാവ് വരാനിരിക്കുന്ന രക്ഷകന്റെ പ്രതീകമായിട്ട് അവിടെ എടുത്തു കർത്താവിൻ്റെ അരുളിച്ചേരും. ഞാൻ നിന്റെ ശത്രുക്കൾ നിന്റെ പാതപടമാക്കോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക. സങ്കീർത്തനം 111 ഈശോ എടുത്ത് പരിസയർക്കെതിരെ പ്രയോഗിച്ചതാണ്. അതായത് ദാവീദിന്റെ പുത്രനാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ മിശിഹ. അതെങ്ങനെയാകുന്നത്? ദാവീദിന്റെ പുത്രനാണെങ്കിൽ ദാവീദ് തന്നെ ഈ തൻ്റെ പുത്രനെ കർത്താവ് എന്നല്ലേ വിളിച്ചിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൺഫ്യൂസ്ഡ് ആക്കി കർത്താവ്. അപ്പം ആ ഭാഗമായിട്ട് എൻ്റെ കർത്താവിനോട് അരുളിച്ചേരും. കർത്താവ് അരുളിച്ചേരും, ഞാൻ നിന്റെ ശത്രുക്കളെ പാതപീഠമാക്കുമോ, നീ എൻ്റെ വലത്തുവശത്തിരിക്കുക. സങ്കീർത്തനം 45:6 പറയുന്നത്, നിന്റെ ദിവ്യ സിംഹാസനം എന്നേക്കും നിലനിൽക്കുന്നു, നിന്റെ ചെങ്കോൽ നീതിയുടെ ചെങ്കോലാണ്. ഞാൻ പറഞ്ഞതുകൊണ്ട് ഹെസക്കിയാ രാജാവിനെ കുറിച്ചാണെങ്കിൽ
അന്നൊന്നും നിലനിന്നില്ല. കാര്യം നമുക്ക് ഉണ്ടായ ഇസ്രായേലുണ്ടായ 2 നല്ല രാജാക്കന്മാരിൽ 2 പേരാണ് നല്ല രാജാക്കന്മാരാണ്. ഒന്ന് എസെക്കിയായാണ്, രണ്ടാമത് യോസിയായാണ്. പക്ഷെ അവരുടെ ചെങ്കോലിൽ നിത്യമായി നിലനിൽക്കുന്ന ഒരിടത്തും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആഹാസിൻ്റെ മകനാണ് ഈ പറയുന്ന കന്യകർപ്പം വെച്ച് പുത്രനെ പ്രസവിക്കുന്ന പറയുന്നതിൽ അർത്ഥമില്ല. അത് ദൈവവചനമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സിംഹാസനം തലമുറകളുടെ എന്നേക്ക് നിലനിൽക്കും. സങ്കീർത്തനം 89:4, സങ്കീർത്തനം 45:6 തന്നെ പറയുന്നു. അപ്പോൾ ദാവീദിന് വേണ്ടി ഞാനൊരു കൊമ്പ് മുളപ്പിക്കും. സങ്കീർത്തനം 132, എൻ്റെ അഭിഷിക്തന് വേണ്ടി ഒരു ദീപം ഞാൻ ഒരുക്കിയിട്ടുണ്ട്. സങ്കീർത്തനം 132:17. ഈശോയുടെ വരവിനെക്കുറിച്ച് മുൻകൂട്ടി പറഞ്ഞ കാര്യങ്ങളാണ്. എത്രയില്ല പ്രവാചകന്മാരെ. ഈ പുൽത്തൊട്ടി കിടക്കുന്ന കൊച്ചിനെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനിക്കുന്ന മുമ്പ് തന്നെ അതിൻ്റെ ജീവചരിത്രം എഴുതപ്പെട്ടിരുന്നു. പ്രവാചകന്മാർ വളരെ ക്ലിയറായിട്ട് പറഞ്ഞിരുന്നു. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 23:5-6 പറയുന്നു, കർത്താവ് ചെന്ന് ഇതാ ഞാൻ ദാവീദിന്റെ വംശത്തിൽ നിന്ന് നീതിയുടെ ശാഖ മുളപ്പിക്കുന്ന ദിവസം വരുന്നു. നീതിയുടെ ശാഖ എന്നാ പറഞ്ഞേ. കർത്താവ് ചെയ്യുന്നു, അവൻ രാജാവായി വാഴുകയും ബുദ്ധിപൂർവ്വം ഭരിക്കുകയും ചെയ്യും. നാട്ടിൽ നീതിയും ന്യായവും അവൻ നടപ്പാക്കും. അവൻ്റെ നാളുകളിൽ യൂദ രക്ഷിക്കപ്പെടും, ഇസ്രായേൽ സംരക്ഷിതമായിരിക്കും. കർത്താവാണ് ഞങ്ങളുടെ നീതി. കർത്താവ് യാവേ സദേക്കെ, കർത്താവാണ് ഞങ്ങളുടെ നീതി എന്ന പേരിലായിരിക്കും അവനറിയും. യാവേ സദേക്കെ എന്ന് പറഞ്ഞാൽ കർത്താവാണ് ഞങ്ങളുടെ നീതി. മുൻകൂട്ടി പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ കിടക്കുന്ന കൊച്ചെ നിസ്സാരക്കാരനല്ല, അത് പ്രവചനങ്ങൾ പൂർത്തീകരണമാണ്. നിങ്ങൾ ഓർക്കണം, BC 626 ജെറമിയ പ്രവാചകൻ രംഗപ്രവാചകൻ യോസിയ രാജാവ് ഭരിക്കുന്ന ഘട്ടങ്ങളിലാണ്. ഞാൻ പറഞ്ഞ 2 നല്ല രാജാക്കന്മാർ, ഒന്ന് എസെക്കിയായും ഇത് ജോസിയായും. ജോസിയ ഒരുപാട് നവീകരണം നടത്തിയയാളാണ്. അദ്ദേഹം നടത്തിയ ഘട്ടങ്ങളിലാണ് ജെറമിയ പ്രവാചകൻ കടന്നു വരുന്നത്. വളരെ എല്ലാം ഭംഗിയായിട്ട് പോകുന്ന ഘട്ടങ്ങളിലാണ് അദ്ദേഹം പറയുന്നു, അവിശ്വസ്തത കാട്ടിയാൽ അപകടമുണ്ടാകും, ശിക്ഷയുണ്ടാകും. 626 തൊട്ട് അത് പറഞ്ഞു കൊടുത്തു. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണം, ശരിയായ രീതിയിലേക്ക് തിരിയണം, മാനസാന്തരം ഉണ്ടായില്ലെങ്കിൽ അപകടമാണ്, വരാൻ പോകുന്നു അപകടം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ആരും കേട്ടില്ലെങ്കിൽ അദ്ദേഹത്തെ പൊട്ടക്കണക്ക് തട്ടിയിട്ട് അങ്ങനെ ഓടിച്ച്. പക്ഷേ പറഞ്ഞതുപോലെ തന്നെ BC 587 തകർത്ത്, രാജാവിനും തകർത്ത്, രാജകൊട്ടാരത്തിനും തകർത്ത്, ദേവാലയത്തിനും തകർത്തുകൊണ്ട് ബാബിലോണിയൻ രാജാവ് പിടിച്ചു കെട്ടിക്കൊണ്ട് പോയി. അതാണ് അന്നേരം ഓർത്തോളം ഞങ്ങളുടെ നീതി കർത്താവാണ്. രാജാവിൻ്റെ പേര് യാവേ സദേക്കെ എന്നായിരിക്കും. അതാണ് പുതിയ രാജാവ് എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന രാജാവാണ്. ബേത്ലഹേമിൽ പിറക്കുന്ന രാജാവിനെ കുറിച്ച് ഇങ്ങനെ തകർച്ച വന്നപ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ ആശ്വാസം പകരുകയാണ്. അതുകൊണ്ട് BC 538 ഈ പ്രവാചകന്റെ പ്രസംഗമൊക്കെ അവസാനിച്ചു. പ്രവാസമൊക്കെ അവസാനിച്ചിട്ട് ജയം തിരിച്ചു വരാനായിട്ട് തുടങ്ങി. അതാ BC 538 നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷവുമാണ് ദൈവരാജ്യം എന്ന് കർത്താവ് പിന്നീട് പറയാൻ ഇടയായത്. അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണ് നമ്മൾ പുതിയ ഉടമ്പടിയുടെ മക്കളായിട്ട് തീർന്നത്. ആദ്യത്തെ ഉടമ്പടിയിൽ എന്തുമാത്രം ഉടമ്പടി ദൈവം മനുഷ്യനായിട്ട് ചെയ്തു ഓർത്ത് നോക്കുകയും, ഉടമ്പടിയുടെ മക്കളാണ് നമ്മൾ. ആദ്യത്തെ ഉടമ്പടി പുറപ്പാട് സംഭവമായിട്ട്, അതിനു മുമ്പ് തന്നെ നോഹവുമായിട്ട് ദൈവം ഉടമ്പടി ചെയ്തത്. പിന്നീട് എബ്രഹാവുമായിട്ട് എബ്രഹാമത്തിൻ്റെ ഉടമ്പടി നമുക്കറിയാം. ഉടമ്പടി പിന്നെയാണ് ജനവുമായിട്ട് ഇപ്പം പുറപ്പാടിന് ഉടമ്പടി ഉണ്ടാകും. ദാവീദ് രാജാവുമായിട്ട് വ്യക്തിപരമായ ഉടമ്പടി ചെയ്തു. ജെറമിയ പ്രവചനത്തിലാണ് പിന്നീട് വളരെ ക്ലിയർ കട്ടായിട്ട് പറയുന്നത്. അതായത് 31 വാക്യത്തിൽ, ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും, അവരുടെ ഹൃദയത്തിൽ എഴുതും, ഞാൻ അവരുടെ ദൈവവും അവരെൻ്റെ ജനവുമായിരിക്കും. 31-33 ജെറമിയ. അതാണ് ഈശോ നമ്മുടെ ഹൃദയത്തിലെ. അത് മഷി കൊണ്ട് എഴുതിയല്ല, പലകയിൽ എഴുതിയല്ല, ഹൃദയത്തിൽ എഴുതപ്പെട്ടത്. അപ്പോൾ ഈശോയെ സ്വീകരിക്കുമ്പോഴേ ആ പുക്കൂട്ടി കിടന്ന് മോടകാട്ടി ചിരിക്കുന്ന കൊച്ചിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴേ അത് ഹൃദയത്തിൽ കിടന്ന് കൈയും കാലോട്ട് അടിക്കണം, കൊണ്ടു നടക്കണം. ഹൃദയത്തിൽ എഴുതപ്പെട്ട ഉടമ്പടിയാണ്. അപ്പം അതുകൊണ്ട് 1 നൂറ്റാണ്ട് മുമ്പ്, ജെറമിയായ്ക്ക് ഏതാണ്ട് 1 നൂറ്റാണ്ട് മുമ്പ് യെശയ്യാ പ്രവാചകൻ മുൻകൂട്ടി പറഞ്ഞു, ഭൂമി ദൈവജ്ഞാനത്താൽ നിറയും. യെശയ്യാ 11:9. യെശയ്യാ വളരെ ക്ലിയർ ആയിട്ട് 9-11 ഈശോയെക്കുറിച്ച് മുൻകൂട്ടി ഒരു ശിശു ജനിക്കും, ഒരു ശിശു ഭരിക്കും. അല്ല, സുന്ദരനായ രീതിയിൽ അവതരിപ്പിച്ചിരിക്കണം. ആ ശിശു ഭരിക്കുന്ന ഘട്ടങ്ങളെക്കുറിച്ച് എടുത്തു പറഞ്ഞപ്പോൾ അങ്ങ് ആവർത്തിക്കാൻ സമയമില്ല. അപ്പം അവരുടെ ആവർത്തിയങ്ങൾ ഞങ്ങൾക്ക് മാപ്പ് നൽകും, അവരുടെ പാപം മനസ്സിൽ തട്ടുകയില്ല. 31-37 ജെറമിയ പറയാം, പാപമോചകനായിരിക്കും. ഏത് രാജാവിനാണ് പാപമോചിക്കാൻ അധികാരമുള്ളത്? ഇത് പാപമോചകനായിരിക്കുന്നു കൃത്യമായിട്ട് പ്രവാചകൻ പറഞ്ഞിരിക്കും. അതുകൊണ്ട് പുതിയ ഉടമ്പടി ഈശോയിൽ, എന്നിട്ട് അതുകൊണ്ട് കർത്താവ് ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു എന്ന് പറയാൻ കാരണമാണ്.
പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. അത് കർത്താവ് ഇങ്ങോട്ട് വന്നത് എന്തിനാ? പ്രവചനങ്ങളിലൂടെ പൂർത്തീകരിക്കുക. അർത്ഥം ദൈവം തന്നെയായിരുന്നു ജനത്തിൻ്റെ ഇടയൻ. ദൈവത്തിൻ്റെ ജനത്തെ സൂക്ഷിക്കാൻ വേണ്ടി ഇടയന്മാർ നിശ്ചയിച്ചിട്ട് അവരവർ ജോലി ചെയ്തില്ല. ഞങ്ങൾ പലപ്പോഴും എൻ്റെ വിട എന്ന് പറയേണ്ടി വരുന്നവരാണ് ഞങ്ങളുടെ വിഭാഗം. ഇന്ന് പുരോഹിത വർഗമൊന്നുമില്ല. പണ്ട് ഇങ്ങനെ വർഗമെന്ന് പറഞ്ഞാൽ അപ്പനിൽ നിന്ന് മകനിലേക്ക്, മകനിൽ മകനിൽ അങ്ങനെ പോകുന്നു. സഭയിൽ അങ്ങനെയല്ല, ദൈവവിളിയ. പുരോഹിത വർഗം എന്നാരെങ്കിലും പറഞ്ഞാൽ തെറ്റാ. അങ്ങനെ പുരോഹിത വർഗം കത്തോലിക്ക സഭയിലില്ല. അതായത് ഒരു മകൻ ഒരു പുരോഹിത വർഗം പുരോഹിതനായ പിന്നെ അവൻ്റെ മകനെ ആക്കുന്നു, അങ്ങനെ രീതി പിടിയിൽ ദൈവവിളിയ. എങ്കിലും ഞങ്ങളെ ഏൽപ്പിച്ച് ജോലി ചെയ്യാണ്ട് വരുമ്പോഴല്ലോ തമ്പുരാൻ പിടിക്കും, ശിക്ഷിക്കും. അതുകൊണ്ട് വളരെ എസെക്കിയേലിൻ്റെ പ്രവചനത്തിൽ 34 വളരെ കൃത്യമായിട്ട് ഇത് തന്നെയാണ് പഠിപ്പിക്കും. എസെക്കിയേൽ 34 നോക്കിയോ, ഞങ്ങൾക്കെതിരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. പുരോഹിതന്മാരെ നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുന്നില്ല, അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ എൻ്റെ ഇടയ ജോലി എടുത്ത് ഞാൻ വേറെ ആൾക്ക് കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ തന്നെ എൻ്റെ ജനത്തെ നയിക്കും. ആരാ ഞാൻ? തള്ളയാടുകളെ സാവധാനം നടത്തുന്നു, കുഞ്ഞാടുകളെ മാറോട് ചേർത്ത് കൊണ്ടു നടക്കുന്നു, കാണാതെ ഒരു ആടിനു വേണ്ടി എൻ്റെ സ്വയം ജീവൻ ബലിയർപ്പിക്കുന്നു, അന്ന് ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്നൊക്കെ പറയുന്ന ആ ഇടയന് വേണ്ടിയിട്ടാണ് ആ ഇടയന വന്ന് പറഞ്ഞിരിക്കുന്നത്. അത് പ്രവചനം നേരത്തെയാണ്. ഞാൻ അവർക്കൊരു ഇടയനെ നൽകും, എൻ്റെ ദാസനായ ദാവീദിനെ നിയമിക്കും. അവന് ദാവീദിൻ്റെ ഗോത്രം പറയാൻ കാരണം എൻ്റെ ദാവീദിനെ നിയമിക്കും. അവൻ അവയെ മേയ്ക്കും, അവൻ അവയെ പോറ്റുകയും അവരുടെ ഇടയനായിരിക്കുകയും ചെയ്യും. കർത്താവായ ഞാൻ അവരുടെ ദൈവമായിരിക്കും. അതായത് വെറും മനുഷ്യനല്ല, ദൈവമായിരിക്കും. എൻ്റെ ദാസനായ ദാവീദ് അവരുടെ രാജാവാകും. കർത്താവാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. എസെക്കിയേൽ 23:24 വാക്യം. അതെന്നാ BC 598 നടക്കുന്ന സംഭവം നടക്കുന്നത്. അപ്പോൾ ഈ നാട് കടത്തപ്പെട്ടവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പ്രവാചകനാണ് എസെക്കിയേൽ. അദ്ദേഹം ഒരു പുരോഹിതൻ കൂടിയാണ്. ഇപ്പം നിരാശപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട് സങ്കടപ്പെട്ട ജനത പ്രത്യാശ കൊടുക്കുന്ന പ്രവാചകൻ. കരുണയും ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ പരിപാലനയെ കുറിച്ച് ഉറപ്പായിട്ടും പറയും. ഈ പീഡനങ്ങളും ഈ കഷ്ടപ്പാടും ഒക്കെ ദൈവം നിശ്ചയിച്ചതാണ് വിശുദ്ധീകരിക്കാൻ എന്ന് പറഞ്ഞ് പഠിപ്പിക്കാതെ. അപ്പോൾ വഴിതെറ്റിയവരെ തിരിച്ചു കൊണ്ടുവരാൻ, അതാണ് ഇടയൻ്റെ ജോലി. വഴി തെറ്റിയവരെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് സമാധാനം. 34 അധ്യായം കൊണ്ടും നിങ്ങൾ വീണ്ടും വീണ്ടും എടുത്ത് വായിച്ചു നോക്കി. എന്നിട്ട് അച്ഛന്മാരെ കുറ്റം പറഞ്ഞുകൊണ്ട് എന്നുള്ള കാര്യമൊന്നുമില്ല. അത് എടുത്ത് വെച്ചുകൊണ്ട് നവീകരണത്തിലേക്കും വിശുദ്ധീകരണത്തിനും വരാനുള്ള പ്രേരണയെ കിട്ടണം. ദൈവം എന്താ ആഗ്രഹിക്കുന്നത്? അച്ഛന്മാർക്ക് അവരുടേതായ പ്രയാസം ദുഃഖങ്ങളൊക്കെ കാണും. അത് മനസ്സിലാക്കുന്ന ദൈവമാണെങ്കിൽ വളരെ എളുപ്പമാണ്. അത് ദൈവത്തിന് കൃപയില്ലാതെ ഒരച്ഛന് ശരിക്കും വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, പരിശുദ്ധാത്മായ പ്രവർത്തി കൂടാതെ. അതുകൊണ്ട് 34 അധ്യായം എസെക്കിയേൽ നോക്കും കാണാൻ പറ്റും. അപ്പോൾ അവിടെ ഇസ്രായേലിനെ വഴി തെറ്റിക്കുന്നതായിട്ട് പറയും. പുരോഹിതന്മാരുടെ പ്രവർത്തികൾ, ദുഷ്കൃത്യങ്ങൾ തൻ്റെ ജനത്തെ വഴിതെറ്റിക്കും. അങ്ങനെയുള്ളവരുണ്ടാവും. ഞങ്ങൾ എൻ്റെ വീടാൻ തന്നെ പറയേണ്ടി വരും. ചിലപ്പോൾ ഞങ്ങളുടെ സ്വഭാവം, ഞങ്ങളുടെ രീതിയിൽ, നമ്മൾ പെരുമാറ്റം, ഇടപെടലൊക്കെ വഴിതെറ്റിക്കാനിടയുണ്ട്. വാക്കുകൾ വഴിതെറ്റിക്കാനിടയുണ്ട്. മനുഷ്യരല്ലേ, ബലഹീനത കൊണ്ട് എന്തൊക്കെ പറഞ്ഞു പിടിപ്പിക്കാൻ അറിയാൻ പാടില്ല. ചിലപ്പോൾ എല്ലാ കാലത്തും എല്ലാ പ്രായത്തിലും ഒരേ ലെവലുണ്ടായിരിക്കണമെന്നില്ല, മാനസികമായ ധൈര്യം ഉണ്ടായിരിക്കണമെന്നില്ല. ഒരുപാട് സമ്മർദ്ദങ്ങൾ വഴിപ്പെട്ടുകൊണ്ട് ഒരുപക്ഷേ വല്ലാത്ത അവസ്ഥയിൽ കർത്താവിൻ്റെ ഹിതത്തിന് വിരുദ്ധമായിട്ട് പോയി എന്ന് വരാം. അതുകൊണ്ടാണ് അന്നേരം ഈ പ്രവചനം പറയുന്നത്, ഇസ്രായേലിനെ വഴിതെറ്റിക്കാനായിട്ടിടയെ നിങ്ങൾ ദുഷ്കൃത്യങ്ങൾ ഇസ്രായേലിനെ എൻ്റെ ജനത്തെ വഴിതെറ്റിച്ചു. അതുകൊണ്ട് എന്താ, ഞാൻ തന്നെ അവരുടെ ഇടയനായിരിക്കും. ഞാൻ തന്നെ എൻ്റെ ആടുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കും, നീതിപൂർവ്വം അവയെ പോറ്റും, മേലിൽ അവർ ആർക്കും ഇരയാവുകയില്ല. ഓക്കെ, ദൈവം പറഞ്ഞിരിക്കും. ജനത്തിന് ഈ ബോധ്യം വേണ്ടേ? തങ്ങളെ സ്നേഹിക്കുന്ന ഇടയനാണ് കർത്താവ്. അതുകൊണ്ട് വിശ്വാസം ഉപയോഗിച്ചിട്ടെങ്കിലും പോകരുത്. ഒരച്ഛനോടുള്ള എന്തെങ്കിലും അകൽച്ച കൊണ്ട്, അല്ലെങ്കിൽ ഒരു അച്ഛൻ എന്തെങ്കിലും പറഞ്ഞതിന് മുറിവേറ്റതുകൊണ്ട് ഇനി പള്ളിയിൽ പോകരുതെന്ന് തീരുമാനിക്കരുത്. അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ. അങ്ങനെ പോകരുത്. നിങ്ങളുടെ ബന്ധം അച്ഛനോടല്ല, നിങ്ങളുടെ ബന്ധം കർത്താവിനോടാണ്. അതുകൊണ്ട് ആ കർത്താവിനോട് പറയണം, ഈ അച്ഛനിൽ കാണുന്ന കുറവുകൾ കർത്താവെ പരിഹരിച്ച് തരയണമേ, പ്രാർത്ഥിക്കുക വേണ്ടി. അല്ല, ഈ അച്ഛൻ എന്നോട് പറഞ്ഞു, പരുഷമായിട്ട് പറഞ്ഞു, എന്നെ അപമാനിച്ചതുകൊണ്ട് ഇനി മേലിൽ പള്ളിയിലോട്ടില്ല എന്ന് പറയുന്ന രീതി അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ഉണ്ടോയെന്ന് പറയും. കുറേ കൂടി ഇന്ന് വിവേകം വന്നതുകൊണ്ട് അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല, ഉണ്ടായിട്ടുള്ള ചരിത്രത്തിൽ. അതുകൊണ്ട് ദൈവം എപ്രകാരം തൻ്റെ ജനത്തെ നയിക്കും, നേരിട്ടെന്നാണ് പറഞ്ഞത്, നേരിട്ടിടയനായിരിക്കും. അപ്പം ദാസനായ ദാവീദിനെ പോലെ അവിടുന്ന് രക്ഷകനായിരിക്കും, നല്ല ഇടയനായിട്ട് വരും. അതുകൊണ്ടാണ് ഈ കാണുന്ന ഇതാരാ ദൈവം, ഈ വന്നിരിക്കുന്ന ആൾ തന്നെയാണ്. അതുകൊണ്ട് നല്ല ഇടൻ, ഞാൻ നല്ല ഇടനാണെന്ന് തന്നെ പറഞ്ഞില്ലേ.
അപ്പം അപകടങ്ങളിൽ കാത്തു പരിപാലിക്കും, വഴി തെറ്റിനെ അന്വേഷിച്ച് കണ്ടെത്തുന്ന ആളാണ് നല്ല ഇടയൻ. അതുകൊണ്ടാണ് യോഹന്നാൻ 10:11 പറയുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, ആടുകൾക്ക് വേണ്ടി സ്വജീവൻ ബലിയർപ്പിക്കുന്നു. അതുകൊണ്ട് ഒരേ സമയം ഇടയനും രാജാവ്, പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥന, നമ്മൾ സമാധാനത്തിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് എന്താ പ്രധാനപ്പെട്ട കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പ്രസംഗം സീരീസിൻ്റെ, ഈ പ്രഭാത സീരീസിൻ്റെ 3-ാമത്തെ ദിവസമാണ്. ഉണ്ണിപ്പിറവിക്ക് തൊട്ടടുത്ത് നമ്മൾ നിൽക്കുക. നമ്മൾ ഈശോയുടെ ജീവിതം തന്നെ നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കുന്നു നമുക്ക് കാണാൻ കഴിയും. അതായത് കർത്താവ് നമ്മുടെ ജനത്തിൻ്റെ ജീവിതം തന്നെ കർത്താവ് ആവർത്തിച്ചു. ജനം ഈജിപ്തിലേക്ക് പോയിരുന്നു, ആ വഴി തന്നെ കർത്താവ് ആവർത്തിക്കുന്നത് കണ്ടില്ലേ? ഹേറോദോസിനെ ഭയപ്പെട്ട് അപ്പനമ്മയും കൊച്ചിനെ എടുത്തുകൊണ്ട് പോയില്ലേ ഈജിപ്തിലേക്ക്? 6 വർഷമാണ് ആ ഈജിപ്തിലേക്ക് പോയതിൻ്റെ തിരിച്ചു വന്നു. അതായത് അത് തിരിച്ചു വന്നു എന്ന് പറയുന്നതാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ എന്താ പറഞ്ഞത്, ദൈവം തന്നെ ഇസ്രായേൽ ശിശുവായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു, ഈജിപ്തിൽ നിന്ന് എൻ്റെ മകനെ ഞാൻ വിളിച്ചു. ഹോസിയ പ്രവചനം 11:1. ഇസ്രായേൽ ശിശുവായിരുന്നപ്പം ഞാൻ അവനെ സ്നേഹിച്ചു, ഈജിപ്തിൽ നിന്ന് എൻ്റെ മകനെ ഞാൻ വിളിച്ചു. BC 721 അസീറിയൻ ആക്രമണം ഉണ്ടാകുന്നത്. അപ്പോൾ ഇസ്രായേൽ തകർന്നു. അപ്പോൾ തകർന്നതായിട്ട് കാണപ്പെട്ടപ്പോൾ ആ സമയത്തേക്ക് തകർച്ചയിലെ പ്രത്യാശ നൽകാൻ വേണ്ടി അയക്കപ്പെട്ട പ്രവാചകൻ ഹോസിയ പ്രവാചകൻ. അദ്ദേഹം കടന്നു എന്ന് പറഞ്ഞത് എന്താ? കരുണയാ, മാനസാന്തരപ്പെടുവൻ. പക്ഷേ ജനം കേട്ടൊന്നുമില്ല. എങ്കിലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊന്നും നിലനിൽക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് നിങ്ങൾ, തകർന്നു പോകാൻ പാടില്ല. അതുകൊണ്ട് സാർവത്രിക രക്ഷയുടെ വലിയ സുവിശേഷം അറിയിക്കുന്നൊക്കെ അബ്രഹാം വിളിക്കപ്പെട്ടപ്പോൾ തന്നെ പറഞ്ഞത്, നിന്നിലൂടെ എല്ലാ ജനതകളും അനുഗ്രഹിക്കപ്പെടുമെന്ന്. അതുകൊണ്ട് നിന്നിൽ വന്നു ഭവിച്ചിരിക്കുന്നതായി വിശ്വാസം എന്ന് പറയുന്നത് നിനക്ക് വേണ്ടി മാത്രമുള്ളതല്ല, എല്ലാവർക്കും വേണ്ടിയുള്ള. അതുകൊണ്ട് നീ അടിമകളായ ഇസ്രായേൽ മക്കളെ ഇനി പോകാനായിട്ട് ഇടയാവരുത്. അതുകൊണ്ട് ആ മക്കളെ വിളിച്ചത് ദൈവം തന്നെയാണ്. അതുകൊണ്ടാണ് എൻ്റെ പുത്രനാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 4:21 പറഞ്ഞിരിക്കുന്നത്, ഇസ്രായേൽ എൻ്റെ പുത്രനാണ്. ആ പുത്രൻ്റെ ഫലം റോമാക്കാർക്ക് ലേഖനത്തിൻ്റെ 8ാം അധ്യായം എടുത്ത് വായിച്ചു നോക്കിക്കുക, അത് മുഴുവൻ വളരെ പുത്രത്വം നിറഞ്ഞിരിക്കുന്ന കാണാൻ പറ്റും. നമ്മളെ ദേവപുത്രന്മാരാക്കാൻ വേണ്ടിയിട്ടായി കർത്താവ് വന്നിരിക്കുന്നത് എന്നതാണ് അവിടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈശോ അങ്ങനെ ഹെറോദോസിൻ്റെ ആ പേടിയുണ്ട് ഈജിപ്തിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. ആ ജനം പോയതുകൊണ്ട് തന്നെയാണ്. അന്ന് ആരായിരുന്നു? അന്ന് ജനത്തിൻ്റെ നേതാവ് മോശയായിരുന്നു. ഇവിടെ നേതാവ് ഈശോ തന്നെയാണ്. കാര്യം അപ്പനും അമ്മയാണ് കൂടെയുള്ളതെങ്കിൽ നേതാവ് ഈശോ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ശിശുവധം കൊണ്ട് പലായനം ചെയ്ത് പിന്നെ ആ തിരിച്ചുവരവ് ഒക്കെ ഉള്ള ആ ജീവിതത്തിൽ ജനത്തിൻ്റെ ജീവിതം തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ ഇസ്രായേൽ ജനത്തെ ഒരു വ്യക്തിയായിട്ടാണ് കർത്താവിൻ്റെ പ്രവാചകനിലൂടെ കാണാൻ കഴിയുന്നത്. ആ വ്യക്തിയാണ് തിരിച്ചു വിളിക്കുന്നത്, തന്നെയാണ് ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ആവർത്തനമാണ് പറയുന്നത്. അപ്പം അവിടെ എന്നാ സംഭവിക്കുന്നത്? അവിടെ ഈ പുറപ്പാടിലൂടെ അവിടുത്തെ ഫറവോയുടെ അടിമത്തിൽ നിന്ന് മോചിച്ചെങ്കിൽ ഇന്ന് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും അടിമത്തിൽ നിന്ന് ദൈവമക്കളെ സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവം നമ്മെ വിളിക്കാം. ദൈവരാജ്യം അന്ന് കാനാൻ ദേശം കൊണ്ടുപോയെങ്കിൽ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ നമുക്കിന്ന് വളരെ നമ്മുടെ ഹൃദയത്തിൽ ആഴ്ന്ന് ധ്യാനാത്മകമായി ഈ ബേത്ലഹേമിൽ പിറന്ന് കിടക്കുന്ന ഈ ഉണ്ണീശോയിലേക്ക് നോക്കുമ്പോൾ അത് ചുമ്മാ ഒരു എന്താ നമുക്ക് ഒരു അനുഷ്ഠാനമായി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആചാരമായി അല്ലെങ്കിൽ ഒരു കഥയുടെ ഭാഗമായി ഐതിഹ്യമായിട്ട് അങ്ങനെയൊന്നും അല്ല കാണേണ്ടേ. ഈ പിറക്കുന്ന ഇവിടെ കിടക്കുന്ന ഈ കുഞ്ഞ്, അതിന് വർത്തമാനമോ ഭൂതമോ ഭാവിയോ ഒന്നുമില്ല. അത് അന്ന് ഏത്തതുപോലെ തന്നെ ഇന്നും നിലനിൽക്കുന്നു എനിക്ക് വേണ്ടി. അപ്പം ഞാൻ ഈ അനുഷ്ഠാനങ്ങൾ പങ്കെടുക്കുമ്പോൾ, ദേവാശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ, ഈ തിരുപ്പറവിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ ഹൃദയമാകുന്ന പുൽക്കോട്ടിൽ വന്ന് പിറക്കണം. അവിടെ എൻ്റെ കർത്താവ് പുഞ്ചിരിച്ചുകൊണ്ട് വ്യാപരിക്കണം. അപ്പോൾ എനിക്ക് ധൈര്യവും ശക്തിയും ഉണ്ടാകും. എനിക്ക് ജീവിതത്തിൻ്റെ പ്രത്യാശയും പ്രതീക്ഷയും വരും. എൻ്റെ നിരാശയൊക്കെ പമ്പ കിടക്കും. എൻ്റെ മനസ്സിൻ്റെ വിഷമമൊക്കെ പോകും. എൻ്റെ വിഷാദം മാറും. ജീവിച്ചിരിക്കുന്ന അർത്ഥമില്ല എന്ന തോന്നലൊക്കെ പോകും. ജീവിക്കുന്നുവെങ്കിൽ അത് ഈശോയ്ക്ക് വേണ്ടി. ഇതാണ് എനിക്ക് ജീവിതം ക്രിസ്തുവാണ്, എനിക്ക് മരണം നേട്ടം അപ്പോസ്തലൻ പറഞ്ഞു. അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൻ്റെ ജീവിതത്തിന് പുതിയൊരു മാനം കാണും. അതുകൊണ്ട് ഈ ഉണ്ണിപ്പിറവിയിലൂടെ, ഈ തിരുപ്പിറവിയിലൂടെ എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന് പുതിയ മാനം വരട്ടെ. അത് നമ്മുടേതല്ല,
കർത്താവിൻ്റെ കൃപയുടേതാണ്. ആ കൃപയിലൂടെ ഒരു പുതുജീവനം കടന്നു വരട്ടെ. പരസ്പരം നമുക്ക് ആശംസിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും ആശംസിക്കാം. എല്ലാവർക്കും അനുതാപം ആവശ്യമാണ്, എല്ലാവർക്കും മാനസാന്തരം ആവശ്യമാണ്. കുമ്പസാരി ചുരുങ്ങിയൊക്കെയാണല്ലോ ഇരിക്കുന്ന ഈ കാലഘട്ടം. അത് വെറും കുമ്പസാരം ചടങ്ങായി പോയാൽ പോരാ, ഹൃദയത്തിൻ്റെ പരിവർത്തനം ആവശ്യം. അതിനനുസരിച്ച് നമ്മൾ ഉണ്ണീശോയിലേക്ക് വളർന്ന് നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെതാക്കി മാറ്റുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. തിരുപ്പിറവിയുടെ മംഗളങ്ങൾ എല്ലാവർക്കും പ്രത്യേകമായി നേരുന്നു. കർത്താവിശ്വം കൃപയും പിതാവ് ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. തിരുപ്പിറയെ തുടർന്ന് പുതുവത്സരത്തിലേക്കും നമുക്ക് കടക്കാം.